നമസ്കാരം. വാർത്താ ബുള്ളറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈവ് സോൺ മീഡിയയിൽ നിന്നും വാർത്തകൾ വായിക്കുന്നത് അൻസഫ് ആലിൻചുവട്. പ്രധാന വാർത്തകൾ. പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചതിന് SFI നേതാക്കൾക്കെതിരെ കേസ്. മസ്ജിദുൽ അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്രം ഉദ്ഘാടനം ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയക്കും ഗാർക്കയ്ക്കും ചെന്നിത്തല. സ്പോർട്സ്. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. വാർത്തകൾ വിശദമായും. പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചതിന് SFI നേതാക്കൾക്കെതിരെ കേസ്. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചതിന് SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കം 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ വൈകിട്ടാണ് ഗവർണറുടെ 30 അടി ഉയരമുള്ള കോലം പയ്യാമ്പലത്ത് വെച്ച് കത്തിച്ചത്. കണ്ണൂരിൽ പരസ്യ പ്രതിഷേധം വഴിയിൽ തടഞ്ഞതിനെതിരെയായിരുന്നു SFIയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം. ഇസ്രായേൽ മസ്ജിദുൽ അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. 2005-2006 കാലഘട്ടത്തിലെ ഫലസ്തീൻ മതകാര്യമന്ത്രിയും കൂടിയായിരുന്ന ഡോക്ടർ മുഹമ്മദ് യൂസഫ് സലാമയാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച രാത്രി നടന്ന സ്ഫോടനത്തിൽ സലാമയടക്കം 100 പേരാണ് കൊല്ലപ്പെട്ടത്. 1984 ഫലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച സലാമ അൽ അസ്ഹർ സർവകലാശാലയിൽ അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവും കൂടിയാണ് കൊല്ലപ്പെട്ട സലാമ. രാമക്ഷേത്രം ഉദ്ഘാടനം ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയക്കും ഗാർക്കയ്ക്കുമെന്ന ചെന്നിത്തല. ഇത് കോൺഗ്രസിന്റെ നിലപാടല്ലെന്നും സോണിയയുടെ വ്യക്തിപരമായ തീരുമാനവുമാണ്. കോൺഗ്രസ് സംഘടിത നിലപാട് ഏറ്റെടുക്കേണ്ടതില്ലെന്നും വ്യക്തിപരമായ താല്പര്യമാണ് പ്രകടിപ്പിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. തീരുമാനത്തിൽ ഇനി പങ്കം വരുത്തിയാൽ അത് രാഷ്ട്രീയമായും സാമൂഹികമായും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുമെന്ന് സോണിയ അറിയിച്ചു. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. അടുത്ത പാകിസ്ഥാനെതിരെയുള്ള അവസാന ടെസ്റ്റ് മത്സരത്തിലാകും വാർണർ വിരമിക്കുന്നത്. ഏകദിനത്തിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന് വാർണർ നേരത്തെ അറിയിച്ചിരുന്നു. 37 വയസ്സായ വാർണർ 160 മത്സരങ്ങളിൽ നിന്ന് 22 സെഞ്ചുറികളടക്കം ഓസ്ട്രേലിയക്കായി 2 ലോകകപ്പ് കിരീടങ്ങളും നേടിയിട്ടുണ്ട്. യുവതാരങ്ങൾക്കായി വഴിമാറുകയാണെന്നും 2020 ഫോർമാലിറ്റിയിൽ താൻ തുടരുമെന്നും വാർണർ അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചതിന് SFI നേതാക്കൾക്കെതിരെ കേസ്. മസ്ജിദുൽ അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്രം ഉദ്ഘാടനം ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയക്കും ഗാർക്കയ്ക്കും ചെന്നിത്തല. വാർണർ ഷോ ഇനിയില്ല. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ലൈവ് സോൺ മീഡിയയിൽ നിന്നും അൻസഫ് ആലിൻചുവട്.